ഓക്കെ, ഇനി നമുക്കൊരു വ്യാകരണ കാര്യത്തിലേക്ക് പോകാം. നോക്കൂ, വ്യാകരൺ അല്ലെ പരീക്ഷയ്ക്ക് എന്തായാലും നിർബന്ധമായും ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഏത്? വ്യാകരൺ. സർവനാം. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും സർവനാം കോൻസാ ഹേ, സർവനാം കോൻസാ ഹേ എന്ന് ചോദിക്കും അല്ലേ. നോക്ക, സർവനാം കോൻസാ ഹേ, സർവനാം. അപ്പൊ സർവനാം ചോദിക്കുമ്പോ ഇങ്ങനെയാ ചോദിക്കേണ്ടാകുക, ഉസ്കാമേ നിഹിത സർവനാം കോൻസാ ഹേ, ഉസ്കാമേ നിഹിത സർവനാം കോൻസാ ഹേ ചോദിക്കുക. അപ്പൊ നോക്ക, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഉസ്സാണ് നമ്മൾ കണ്ടതെങ്കിൽ അതിന്റെ സർവനാമം ഏതായിരിക്കും? വോ ആയിരിക്കും. ഓക്കെ, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സർവനാമം വോ ആയിരിക്കും. അപ്പൊ സർവനാം കോൻസാ ഹേ ചോദിക്കുമ്പോൾ നമ്മൾ വോ എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലെ. ഉസ് കാണു കഴിയുമ്പോൾ വോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ന് നോക്കുക, വോ പ്ലസ് ക, ഉസ്ക. മൂന്നാമതായിട്ട് അക്ഷരം വന്നിട്ടതാണ്. നോക്കുക, മൂന്നാമതായിട്ടുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ്? അതിന്റെ വിഭക്തി പ്രത്യയങ്ങളാണ്. കാരകീയ വിഭക്തി പ്രത്യയമാണ് മൂന്നാമതായിട്ട് വരിക അല്ലെ. ഇങ്ങനെ മൂന്നാമതായിട്ട് അക്ഷരത്തെ കാണുന്നില്ലെങ്കിൽ അതിന്റെ വിഭക്തി പ്രത്യയം കോ ആയിരിക്കും. മൂന്നാമതായിട്ട് അക്ഷരം കാണുന്നില്ലെങ്കിൽ അതിന്റെ വിഭക്തി പ്രത്യയം കോ ആയിരിക്കും. നമുക്ക് വിഭക്തി പ്രത്യയം ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിലെ ഓണ പരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴും ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സർവനാം കോൻസാ ഹേ, സർവനാം. സർവനാമം ഏതാണ്? അപ്പൊ അതിലെ സർവനാമം എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതണം? ഇത് മാത്രം എഴുതിയാൽ മതി. ഈ ഒരു സംഗതി മാത്രം, പ്ലസ് ഇട്ട് എഴുതരുത്, ഇത് സംഗതി മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഈ ഒരു സംഗതി മാത്രം. അല്ലേ, അത് നോക്കുക. അതുപോലെ തന്നെ മേം എന്നുള്ളത് സർവനാമമാണ്. മേം പ്ലസ് ക, മേര. അപ്പൊ കാക്കേക്ക് വരുമ്പോ രാരേരി, കാക്കേക്ക് രാരേരി. മേന്റെ കൂടെ കാ ചേരുമ്പം മേര അല്ലെ. രായിൽ അവസാനിക്കുകയാണ് ഇതിന്റെ വിഭക്തി പ്രത്യയം ക. രയിൽ അവസാനിക്കുമ്പോൾ വിഭക്തി പ്രത്യയം കെ, റിയിൽ അവസാനിക്കുമ്പോൾ വിഭക്തി പ്രത്യയം കി. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നോക്കാം. അപ്പം യഹ്, ഇസ്സിൽ തുടങ്ങുന്ന വാക്ക്, ഇസ്സിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ യഹ് ആയിരിക്കും. ഉസ്സിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ വഹ് ആയിരിക്കും. വോ എന്ന് പ്രൊനൗൺസ് ചെയ്യും. നോക്കാം, ഉസ്, വോ, ഇസ്, യ, ഇൻ, യേ, ഉൻ, വേ, ഉൻ, വേ. മനസ്സിലായല്ലോ. പിന്നെ താ അല്ലെങ്കിൽ തേ ഇതിലൊക്കെ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ തൂ ആയിരിക്കും സർവനാമം. താ അല്ലെങ്കിൽ തേ ഇത് തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ തൂ ആയിരിക്കും സർവനാമം. മായിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ മേ ആയിരിക്കും സർവനാമം. ഓക്കെ, മായിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ മേ ആയിരിക്കും സർവനാമം. പിന്നെ തും, ഹം, ഇതിന്റെ ഓൾറെഡി അതിൽ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും അതിന്റെ സർവനാമം അതായിരിക്കുന്നു. പ്രത്യേകിച്ച് സാധാരണ ചോദിക്കുന്നത് ഉൻ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിച്ചേക്കാം. ഉൻമേം, ഉൻമേം നിഹിത്, ഉൻമേമേ നിഹിത് സർവനാം കോൻസാ ഹേ ഏതായിരിക്കും? ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കുക, ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വേ ആണ്. ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം ഏതാണ്? വേ ആണ്. വോ, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം ഏതാണ്? ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വോ ആണ്, വഹ്. ഇനാ വോ, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വഹാണ്. ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വേ ആണ്. ഇസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം ഏതാണ്? ഇസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം യേ ആണ്. ഇൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം യേ ആണ് അല്ലെ. തായിലോ തേയിലോ തുടങ്ങുന്ന വാക്ക് കണ്ട സർവനാമം തൂ ആണ്. മായിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ മേ ആണ്. തും അതുപോലെ ഹമ്മിന്റെയും സർവനാമം അത് തന്നെയാണ്, തും ആൻഡ് ഹം. മനസ്സിലായല്ലോ. ആ ഒരു മാർക്ക് കളയരുത്. ഓക്കെ.